ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് പറഞ്ഞ വ്യക്തി ആരുമല്ല, തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുതിയ എൻട്രിയുമായി കടന്നു വന്ന സിനിമാ നടൻ വിജയ്. തമിഴ്നാട്ടിലെ യുവാക്കളെ കോരിത്തെരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ അവരുടെ മനം കവർന്ന വിജയ് ഇപ്പോൾ പുതിയ തട്ടകം തേടി കടന്നു വരുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് പരമ്പരാഗതമായി തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന DMK-യുടെയും AIADMK-യുടെയും നെഞ്ചിനകത്ത് തീ ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്, DMK-യുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസ് കൂടി വിജയുടെ കരം പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ DMK-ക്കും AIADMK-ക്കും ബദലായി TVK, അതായത് തമിഴ് നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK കോൺഗ്രസ് സഖ്യം ഉദിച്ചുയരും. DMK ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് DMK-ക്ക് മുന്നിൽ അന്ത്യശാസനം വെച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും സീറ്റ് വേണം, അതായത് തമിഴ്നാട്ടിലെ മുഴുവൻ ജില്ലകളിലും ഞങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റ് വേണം. അതുമാത്രം പോരാ, ഭരണം കിട്ടിയാൽ, അധികാരം ലഭിച്ചാൽ മന്ത്രിസഭയിൽ 3 മന്ത്രിമാരെ ഞങ്ങൾക്ക് വേണം. ഇത് തരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയുണ്ട്. മണിക്കം ടാഗോർ MP, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത്, ഇത്തരത്തിൽ ഇനി ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിക്കാതെ തമിഴ്നാട്ടിൽ ഒരു മുന്നണിയെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് മണിക്കം ടാഗോർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. 2026 തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൽ തങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. 956 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ ഒരു സഖ്യ സർക്കാർ രൂപീകരിച്ചത്. അന്ന് കോൺഗ്രസ് മറ്റുള്ളവർക്ക് കൂടി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുത്തു. എന്നാൽ പിന്നീട് DMK-ക്ക് പോലും കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ കോൺഗ്രസ് പിന്തുണയോടുകൂടി അവർ 5 വർഷം ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചിരുന്ന ഇതില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണം, ഞങ്ങളുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. തമിഴ് രാഷ്ട്രീയത്തിന്റെ മണ്ണിൽ, ദ്രാവിഡ മണ്ണിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് ദ്രാവിഡ മണ്ണിലെ കറുത്ത കുതിരകളാകുമോ? വിശദമായി പരിശോധിക്കാം. സൗപർണിക PS കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ DMK-യുമായുള്ള സഖ്യം വിച്ഛേദിച്ച് TVK-യുമായി കൈകോർക്കാനുള്ള സാധ്യത കോൺഗ്രസ് ആരായുകയാണ്. അതായത് DMK കോൺഗ്രസിനെ പരമാവധി ഊറ്റിയെടുക്കുകയാണ്. ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ യൂസ് ആൻഡ് ത്രോ എന്നാണ് DMK-യുടെ നിലപാടെന്നാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും പറയുന്നത്. കർണാടകയിലെ DMK-യുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് നേരത്തെ മൂപ്പനാരുടെ മകൻ GK വാസനെ പോലുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും തമിഴ് മാനില കോൺഗ്രസ് രൂപീകരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ, GK വാസന പോലെയുള്ള ജനസമിതിയുള്ള ആളുകളൊക്കെ പാർട്ടിക്ക് പുറത്തു പോയി ഈ DMK-യുമായുള്ള കൂട്ടുകെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമായി തമിഴ്നാട്ടിൽ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നാൽ നിലവിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഒരൊറ്റ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 2026 തങ്ങൾ ആരുടെ കൂടിയാണുള്ളത്, അവർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് 3 മന്ത്രിസ്ഥാനമാണ്. അത് DMK-യുടെ കൂടിയാണെങ്കിൽ 3 മന്ത്രിസ്ഥാനം. TVK-യുമായി കൂട്ടുചേർന്ന് കൈകോർത്ത് കോൺഗ്രസ് മത്സരിച്ച് ജയിച്ചാൽ ഒരുപക്ഷെ 3 അല്ല അതിൽ കൂടുതൽ മന്ത്രിമാരെ വിജയ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അനൗദ്യോഗികമായി വിജയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. കോൺഗ്രസിന് DMK അങ്ങ് മന്ത്രിസ്ഥാനം തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി അറിയാം എന്ന് പറയാനുള്ള ശക്തി ഇപ്പോഴും തമിഴ്നാട്ടിൽ കോൺഗ്രസിനുണ്ട്. അതായത് എല്ലാ ജില്ലയിലും കോൺഗ്രസ് ഒരു അജയ്യ ശക്തിയാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസിന് ശക്തമായ വേരോട്ടം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ബൂത്തുകളിൽ എല്ലായിടത്തും ഇന്നും കോൺഗ്രസ് ഉണ്ട്. അതിനെയൊന്നും തകർക്കാൻ AIADMK-ക്കോ DMK-ക്കോ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ പ്ലാനിങ്? എങ്ങനെയാണ് കോൺഗ്രസ് മുന്നോട്ടുള്ള പ്രയാണത്തെ ലക്ഷ്യം വെക്കുന്നത്? അല്ല, നമുക്കറിയാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോ ഈ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആരെ പിന്തുണയ്ക്കുമോ അവർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ധൈര്യമായിട്ട് സീറ്റുകൾ, അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം ചോദിക്കാം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. DMK കഴിഞ്ഞ തവണ DMK ആണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുമിച്ച് നിൽക്കുമ്പോ, ഒരു മുന്നണിയായി നിൽക്കുമ്പോ, അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദയാണ്. ആ മര്യാദ ലംഘിച്ചുകൊണ്ടാണ് DMK കഴിഞ്ഞ 5 വർഷമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് ഒരുപാട് മുന്നേ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു, ഇത്തവണ തങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നാൽ തങ്ങൾ നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ, അല്ലെങ്കിൽ നിലവിൽ മത്സരിച്ചിരിക്കുന്ന സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് 3 മന്ത്രിമാരെ, അല്ലെങ്കിൽ 3 മന്ത്രിസ്ഥാനം കോൺഗ്രസിന് നൽകണം എന്ന് പറഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കണം. അല്ലെങ്കിൽ എന്താണ്, അധികാരത്തിൽ വന്നാൽ പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു മുന്നണിയായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് DMK-യെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്, അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
പക്ഷെ അതിൽ DMK എന്താണ് ചർച്ച നടത്താം. കോൺഗ്രസ് വളരെ ആദ്യം കോൺഗ്രസ് പറയുന്നത് DMKയോട് ആവശ്യപ്പെടുന്നത് വളരെ മാന്യമായിട്ടാണ്. എന്നിട്ടും DMK അതിന് വ്യക്തമായ മറുപടി പറയുന്നില്ല. അല്ലെങ്കിൽ സ്റ്റാലിന്റെ പക്ഷത്തു നിന്നും ആരുടെ പക്ഷത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാതെ വരുമ്പോഴാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് പഴയതുപോലെ അല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പൊ മറ്റൊരു പാർട്ടി കൂടി ഉദയം എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ വിജയുടെ പാർട്ടി. ഇപ്പൊ TVK പാർട്ടിക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തമിഴ്നാടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സിനിമാ താരങ്ങളെ അംഗീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത മണ്ണാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. എന്താണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് പിന്നീട് അവരെ തള്ളിക്കളഞ്ഞ ചരിത്രം തമിഴ്നാട് രാഷ്ട്രീയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ DMK മുട്ടുകുത്തിക്കാൻ കോൺഗ്രസും TVKയും ഒന്നിച്ചാൽ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് വിജയ് അല്ലെങ്കിൽ കോൺഗ്രസുമായി ചർച്ചയൊക്കെ നടത്തുന്നതിന് മുന്നേ തന്നെ വിജയുടെ പാർട്ടി അല്ലെങ്കിൽ TVK പറഞ്ഞിട്ടുണ്ടായിരുന്നു, തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തേക്ക് ആ പാർട്ടിയെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു വശത്ത് കഴിഞ്ഞ 5 വർഷവും എന്താണ് DMKയ്ക്ക് ഒപ്പം നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നാൽ 3 മന്ത്രിസ്ഥാനം ചോദിക്കുന്നത്. മറുവശത്ത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് സീറ്റ് നൽകുമെന്നാണ് TVK പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരിക്കലും ഈ പറയുന്ന പോലെ സ്റ്റാലിനെയോ DMKയോ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു കാര്യം തമിഴ്നാട് രാഷ്ട്രീയത്തിലില്ല. കാര്യം ഈ പറയുന്ന പോലെ കോൺഗ്രസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു വെച്ചാൽ കോൺഗ്രസ് അവിടെ വലിയ ഏകാധിപത്യ ശക്തിയൊന്നും അല്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്കാണ് വിജയ സാധ്യത കൂടുതൽ. ഇനിയിപ്പോ DMKയ്ക്കും സ്റ്റാലിനും വഴങ്ങിക്കൊടുക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല. അത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യം എന്താണ് അംഗീകരിക്കാനാകില്ല എങ്കിൽ തങ്ങൾ മറ്റു വഴി നോക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ മറ്റു വഴി എന്ന് പറയുന്നത് എന്താണ്? TVKയ്ക്കൊപ്പം പോകുക എന്നതാണ്. അങ്ങനെ പോയി അധികാരത്തിൽ TVK വന്നാൽ കോൺഗ്രസിന് അധികാരങ്ങൾ നൽകും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാലിൻ എന്താണ് ഈ പറയുന്ന പോലെ പാർട്ടിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുകയാണ്. സ്റ്റാലിൻ ഇതുവരെയും വ്യക്തമായിട്ട് അല്ലെങ്കിൽ DMK വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. വ്യക്തമായ മറുപടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും DMK കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യത്തെ ഇനി അംഗീകരിക്കാതിരിക്കില്ലെന്ന്. ആദ്യമായിരുന്നെങ്കിൽ കോൺഗ്രസിനെ അംഗീകരിക്കാതെ വിടാമായിരുന്നു. പക്ഷെ ഇപ്പൊ TVK എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും DMK ഒരു മണ്ടത്തരം കാണിക്കില്ല, കോൺഗ്രസിനെ ഒപ്പം നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു, ഞങ്ങൾ ആരെയും സഖ്യത്തിൽ മന്ത്രിസഭയിൽ ആരെയും ചേർക്കാൻ ഉദ്ദേശിക്കില്ലെന്ന് തമിഴ്നാട്ടിലെ മുതിർന്ന DMK നേതാവ് മന്ത്രിയുമായ ഒരു വ്യക്തി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതാണ് കോൺഗ്രസിനെ വീണ്ടും ചൊടിപ്പിക്കേണ്ട സാഹചര്യം. അല്ല, ഇപ്പൊ കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഇനി ആരെയും താങ്ങില്ല, തങ്ങൾക്ക് തങ്ങളുടേതായ വഴിയുണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായും നിലവിലെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു രീതി വെച്ചിട്ട് DMK എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഒന്നുകൂടി ചർച്ച നടത്തി കോൺഗ്രസിനൊപ്പം നിർത്താനേ നോക്കൂ. കാര്യം DMKയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജയിക്കാനാകുമോ? നേരത്തെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് ജയിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് DMK. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ DMKയ്ക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല. മറിച്ച് കോൺഗ്രസിന്റെ സപ്പോർട്ട് TVKയ്ക്ക് കിട്ടിയാൽ ഒരു പക്ഷേ TVK അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അധികാരത്തിൽ വരാനുള്ള സാധ്യത. അതായത് മലയാളിയായ MG രാമചന്ദ്രൻ, സിനിമാ താരം MG രാമചന്ദ്രൻ രൂപീകരിച്ച AIADMK, പിന്നീട് സിനിമാ താരം തന്നെയായിരുന്ന ജയലളിത മുന്നോട്ട് കൊണ്ടുപോയ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയകാന്തും നെപ്പോളിയൻ അടക്കമുള്ള ചെറുതും വലുതുമായ സിനിമാ താരങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നെപ്പോളിയൻ ലോക്സഭാ അംഗമായിരുന്നു, വിജയകാന്ത് നിയമസഭാ അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ MGRും ജയലളിതയും തമിഴ്നാട് രാഷ്ട്രീയത്തെ തങ്ങളുടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ വ്യക്തിത്വമാണ്. അവിടെയാണ് യുവാക്കളുടെ ആവേശമായ വിജയ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി കടന്നു വരുന്നത്. വിജയ് പോകുന്നിടത്തെല്ലാം ജനലക്ഷങ്ങൾ തിങ്ങിക്കൂടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും DMKയ്ക്ക് കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ, അല്ലെങ്കിൽ DMK കോൺഗ്രസിനോട് സന്ധി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, കോൺഗ്രസിന്റെ ആവശ്യം പരിഗണിക്കാൻ DMK തയ്യാറായില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, TVK കോൺഗ്രസുമായി കൂട്ടുചേരും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമായ മുന്നേറ്റം TVK ഉണ്ടാക്കും. അവിടെ കോൺഗ്രസും TVKയും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പോരാട്ടം നടത്തുമ്പോൾ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനമായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്റ്റാലിന്റെ ഏകാധിപത്യം ഇനി നടക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാൻ DMK തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഓപ്ഷൻ ഉണ്ട്. കോൺഗ്രസിനെ മാന്യമായി പരിഗണിക്കാൻ വിജയ് തയ്യാറാകും. വിജയിയെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേപ്പിന് കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാമരാജിന് ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിന് ഒരു അജയ്യമായ ശക്തിയാകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ചരിത്രം മാറാൻ പോകുന്നു. TVKയും കോൺഗ്രസും കൈകോർക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിന്റെ മണ്ണിൽ മറ്റൊരു രാഷ്ട്രീയ വിസ്ഫോടനത്തിനായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക.